കലിംഗരാജപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള കൊടിമരം പാലാ കടപ്പാട്ടൂരപ്പന്റെ മണ്ണിൽ നിന്നും തിരഞ്ഞെടുത്തു. കടപ്പാട്ടൂർ പുതിയ പറമ്പിൽ മനോജ് കുമാർ PBയുടെ പുരയിടത്തിൽ നിൽക്കുന്ന തേക്കുമരം ലക്ഷണം നോക്കി പൊരുത്തപ്പെട്ടതോടെയാണ് കലിംഗപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കൊടിമര നിർമ്മാണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കന്യാകുമാരി ജില്ലയിലുള്ള കലിംഗ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൊടിമര നിർമ്മാണത്തിനോടനുബന്ധിച്ച് ആണ് ഇവിടുത്തെ തേക്കുമര ഒരു അനുയോജ്യമായെന്ന് കണ്ടുകിട്ടി. അത് ഇവിടുന്ന് ഞാൻ അവർക്ക് വെട്ടാൻ അനുവാദം കൊടുക്കുകയും അത് ഇന്ന് തന്നെ ഉച്ചകഴിഞ്ഞ് ഇവിടുന്ന് വെട്ടി കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ്. ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അമ്മയുടെ എത്രാമത്തെ മകനാണത്? രണ്ടാമത്തെ. രാവിലെ 9 മണിയോടെ ആഘോഷമായി ഉളിവുത്തൽ ചടങ്ങും വൃക്ഷപൂജയും നടന്നു. മരം മുറിച്ച് ഘോഷയാത്രയായി കലിംഗപുരത്തേക്ക് കൊണ്ടുപോകും. ശബരിമല ഉൾപ്പെടെയുള്ള കൊടിമരത്തിന്റെ ശില്പി പത്തിയൂർ വിനോദ് ബാബു ആചാര്യയുടെ മേൽനോട്ടത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കലിംഗപുരം ശ്രീകൃഷ്ണസ്വാമി കോവിൽ ശാന്തി H. രാജമോഹൻ, കോവിൽ തന്ത്രി ശിവശ്രീ ശങ്കരപ്പട്ടർ തുടങ്ങിയവർ വൃക്ഷപൂജയ്ക്കും മറ്റ് ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. നമ്മുടെ കൃഷ്ണസ്വാമിയുടെ വകയാക ഒരു കൊടിമരത്തിന് വേണ്ടി ഒരു വൃക്ഷപൂജയിന് ഇവിടെ വരാനൊരു ഭാഗ്യം കിട്ടി. നമ്മുടെ കണ്ണൻ്റെ കൊടിമരത്തിൻ്റെ മരം ഇവിടെ കിട്ടാനുള്ളത് വലിയ ഭാഗ്യമാണ് ഞങ്ങൾക്ക്. അങ്ങനെ വൃക്ഷപൂജയിന് വേണ്ടിയിട്ട് വന്ന് ഈ സമയത്ത് വൃക്ഷപൂജ കഴിഞ്ഞ് നമ്മളെയും തടിയെ അവിടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ള പണിയെല്ലാം ചേർന്നിട്ട് കൊടിമരം കൊടിമരമാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. അതിനുവേണ്ടി വൃക്ഷപൂജയിന് വേണ്ടി നമ്മളും നാട്ടുകാരും ശാന്തിക്കാരും എല്ലാവരും കൂടെ വന്ന് ചേർന്ന് ഈ പൂജ ഈ സമയത്ത് നമ്മൾ നടത്തിയിട്ട് നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തിയത്.